PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന CSEB ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് വന്നിട്ടുണ്ട്. ഇതുവരെ നമുക്ക് കൃത്യമായൊരു സിലബസ് ഇല്ലായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. CSEB ജൂനിയർ ക്ലർക്കിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക, ഓരോ മാർക്ക് വീതം. അങ്ങനെയാണ് 100 മാർക്ക്. ജനറൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് നിന്ന് 10 ചോദ്യങ്ങൾ 10 മാർക്ക്, GK 10 ചോദ്യങ്ങൾ 10 മാർക്ക്, മാത്സ് 10 ചോദ്യങ്ങൾ, കോപ്പറേഷൻ 15 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക, കോപ്പറേറ്റീവ് ലോ 15 മാർക്ക്, ബാങ്കിങ് 20 മാർക്ക്, അക്കൗണ്ടൻസി 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 100 ചോദ്യങ്ങളുണ്ടാവും, ഓരോ മാർക്ക് വീതം 100 മാർക്ക്. നമുക്ക് സിലബസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ജനറൽ ഇംഗ്ലീഷ്. എല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്നും ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ്, ടെൻസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ്, prepositions, the use of correlatives, direct and indirect speech, active and passive voice, correction of sentences. വൊക്കാബുലറിയിൽ നിന്നും സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആൻറ്റോണിംസ്, ഫ്രേസൽ വെർബ്സ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്. ഇത്രയും ടോപ്പിക്കുകളാണ് ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. 10 ചോദ്യങ്ങളുണ്ടാവും, 10 മാർക്ക്. അടുത്തത് GK ആണ്. GKയിൽ വരുന്നത് യുണൈറ്റഡ് നേഷൻസ്, ഹിസ്റ്ററി ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇന്ത്യ ആൻഡ് കേരള, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ 5-year പ്ലാൻസ്, എക്കണോമിക് റിഫോംസ്, റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, ഗവർണൻസ് ആൻഡ് ഗവർണൻസ് സിസ്റ്റം, Indian states and their characteristics, oceans, continents, global warming, Kerala's geography, district, rivers, agricultural crops, minerals, green revolution, art, sports, literature, culture തന്നെ വേൾഡ്, ഇന്ത്യ, കേരള ആൻഡ് കറണ്ട് അഫെയർസ്. ഇത്രയും ടോപ്പിക്കുകൾ ഉണ്ടാവും. 10 ചോദ്യങ്ങൾ 10 മാർക്ക്. അടുത്തത് മാത്സ് ആണ്. അതിൽ വരുന്നത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, സീരീസ്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ് സയൻസ്, പൊസിഷൻ ഡിറ്റർമിനേഷൻ ടെസ്റ്റ്, അനലോജി, വേർഡ് അനലോജി, ആൽഫബറ്റ് അനലോജി, നമ്പർ അനലോജി, ഓൾഡ് മാൻ ഔട്ട്, നമ്പർ റിവ്യൂ സിസ്റ്റം, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾസ്, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി. ഇത്രയും ടോപ്പിക്കുകളാണ് മാത്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. 10 ചോദ്യങ്ങൾ 10 മാർക്ക്. എല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, കൃത്യമായിട്ട് തന്നിട്ടുണ്ടെന്ന് മാത്രം. അടുത്തത് കോപ്പറേഷനാണ്. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ. അതിൽ വരുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അതിൽ ഡെഫിനീഷൻ ഓഫ് ICA, വാല്യൂസ് ആൻഡ് എത്തിക്സ്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് കോപ്പറേഷൻ, കോപ്പറേഷൻ ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേഷൻ ആസ് എ ബാലൻസിംഗ് ഫാക്ടർ ബിറ്റ്വീൻ ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം, കോപ്പറേഷൻ ഇൻ ഫോറിൻ കൺട്രീസ്. ഫോറിൻ കോപ്പറേഷനിൽ നിന്നും മെയിനായിട്ട് 3 കൺട്രീസാണ് തന്നിരിക്കുന്നത്: ഇംഗ്ലണ്ട്, ജർമ്മനി, ഡെൻമാർക്ക്. പിന്നെ കമ്മിറ്റീസ് ആണ്. കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ്. ഇതിൽ കൃത്യമായിട്ട് പിന്നെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ്, ട്രാഫിക് കാർഡ്, അഗ്രികൾച്ചറൽ ആൻഡ് ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ്, NCDC, NDDB, NHB, നബാർഡ് എക്സെട്ര. പിന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതിൽ നാഷണൽ കോപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റി, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, ICA, NCUI, SCU, CCU, NCCT, NCCE, വാംനികോം, ICM, ACSTI, കിഗ്മ, കേപ്പ്, കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻസ്, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ, കോപ്പറേറ്റീവ് ഫ്ലാഗ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് പാക്സ് ആൻഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്,
കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, നാപ്സ്കോബ്, കോബി. ഒബ്ജക്ട്സ് ആൻഡ് വർക്കിംഗ് ഓഫ് പ്രൈമറി കാർഡ് ബാങ്ക് ആൻഡ് കേസ് കാർഡ് ബാങ്ക്, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്, ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, DV ഫയൽ, പ്രൊസീജിയർ ഫോർ ഗ്രാൻഡിംഗ് ലോങ് ടേം ലോൺസ്, നാഷണൽ ഫെഡറേഷൻ ഓഫ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. Non-agricultural credit societies, objectives, membership and working of urban cooperative banks and employee credit societies, housing cooperative, importance and advantage, constitution and working of primary housing societies and housewed, National Federation of Urban Cooperative Banks. Marketing and processing societies, advantages of cooperative marketing, constitution and working of primary marketing societies and market fed, state cooperative rubber marketing federation, Kerala Fed, RAPCO, RAIDCO, CAMCO, need and importance of consumer cooperatives, objects and functions of primary consumer stores, distinct wholesale stores, consumer fed, active price policy, double compartmental system, needy store, students consumer stores, NCCF. പിന്നെ ആപ്കോസ് വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. അതിൽ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ഹാൻഡ്ലൂം, കയർ, ബീഡി, ഹാൻഡിക്രാഫ്റ്റ്, കാഷ്യൂ, ഹാൻഡെക്സ്, കയർഫെഡ്, ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് സൊസൈറ്റി, കേരള ദിനേശ് ബിഡി, കാപ്പെക്സ്, ടെക്സ്ഫെഡ്. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൽ വരുന്നതാണ്. പിന്നെ SCST ഫെഡ്, മത്സ്യഫെഡ്, വനിതാ ഫെഡ്, ഹോസ്പിറ്റൽ ഫെഡ്, ടൂർ ഫെഡ്, ലേബർ ഫെഡ്, SPCS, ULCCS, റിസ്ക് ഫണ്ട് സ്കീം, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, കോപ്പറേറ്റീവ് എംപ്ലോയി സെൽഫ് ഫിനാൻസ് പെൻഷൻ സ്കീം, കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം, മെമ്പർ റിലീഫ് സ്കീം, കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം, കേരള കോപ്പറേറ്റീവ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീം, കോപ്പറേറ്റീവ് എംപ്ലോയി വെൽഫെയർ ബോർഡ്. ഇങ്ങനെ കോപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് വരുന്നുണ്ട്. അതുപോലെ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷണൽ ഏരിയാസ്, ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്, ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് കോപ്പറേറ്റീവ്സ്, കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ, നീഡ് ഫോർ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്, അക്കൗണ്ടബിലിറ്റി, ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോൾ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, മോട്ടിവേഷൻ, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ലീഡർഷിപ്പ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, പെർഫോമൻസ് അപ്രൈസൽ, ട്രെയിനിങ്, നീഡ് അസസ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഫിനാൻസ് മാനേജ്മെൻറ്റ്, അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്. ഇത്രയും കാര്യങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പഠിക്കാനുണ്ട്. പിന്നെ കോപ്പറേറ്റീവ്സ് ഡിപ്പാർട്ട്മെൻറ്റൽ സെറ്റപ്പ് ഇൻ കേരള. അടുത്തത് ആക്ട് ആൻഡ് റൂൾസ് ആണ്. അതായത് കോപ്പറേറ്റീവ് ലോ 15 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആൻഡ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 1969. ആക്ടിൻ്റെയും റൂൾസിൻ്റെയും അമെൻമെൻറ്റ് കൂടി നോക്കണം. ഇതാണ് ആക്റ്റിൽ വരുന്നത്. ആക്ട് ആൻഡ് റൂൾസ് 15 മാർക്ക്. അടുത്തത് ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിന് 20 മാർക്കുണ്ട്. അതിൽ വരുന്നത് ടോപ്പിക് 1 ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ, ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, കൊമേഴ്സ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്, ലോക്കൽ ഏരിയ ബാങ്ക്സ്, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, പേയ്മെൻറ്റ് ബാങ്ക്സ്, CRR, SLR, റീപ്പോ, റിവേഴ്സ് റീപ്പോ, ബാങ്ക് റേറ്റ്, നബാർഡ്, NBFC. സെക്കൻഡ് ടോപ്പിക്കിൽ ബാങ്കർ ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ്. മൂന്നാമത്തെ ടോപ്പിക്ക് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, ബാങ്കിൻ്റെ പലതരത്തിലുള്ള കസ്റ്റമേഴ്സ്. നാലാമത്തെ ടോപ്പിക്ക് നോ യുവർ കസ്റ്റമർ, ആൻറ്റി മണി ലോണ്ടറിംഗ് ഗൈഡ് ലൈൻസ് ഓഫ് RBI. അഞ്ചാമത്തെ ടോപ്പിക്ക് റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി ഫങ്ഷൻസ് ഓഫ് RBI. 6 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, ക്രോസിംഗ് ഓഫ് ചെക്ക്, ടൈപ്സ് ഓഫ് ക്രോസിംഗ്, എൻഡോസ്മെൻറ്റ്, ടൈപ്സ് ഓഫ് എൻഡോസ്മെൻറ്റ്. അടുത്തത് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, ആൾട്ടർനേറ്റീവ് ചാനൽസ് ഓഫ് പേയ്മെൻറ്റ്, ഇന്ത്യൻ കറൻസി നോട്ട്സ്, RTGS, നെഫ്റ്റ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, UPI, ATM, CDMs, POS, ക്വിക്ക് റെസ്പോൺസ് കോഡ്, പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, കോർ ബാങ്കിങ് സൊല്യൂഷൻസ്. അടുത്തത് ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസംസ്, ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ കോപ്ര 2019. പിന്നെ ഡെപ്പോസിറ്റ്സ്, സ്കീം ഓഫ് ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, BSBDA, PMJDY, സ്മോൾ അക്കൗണ്ട്സ്, ഗൈഡ് ലൈൻസ്, കറൻറ്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, RD അക്കൗണ്ട്.
പലതരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ. പിന്നെ ഇഷ്യൂ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ്, സേഫ് കസ്റ്റഡി ഓഫ് ആർട്ടിക്കിൾസ്, നോമിനേഷൻ റൂൾസ്, ഗാർണിഷി ഓർഡർ, അറ്റാച്ച്മെൻറ്റ് ഓർഡർ, റൈറ്റ് ഓഫ് ജനറൽ ലീൻ, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, റൂൾസ് ഓഫ് അപ്രോപ്രിയേഷൻ, മാൻഡേറ്റ് ആൻഡ് പവർ ഓഫ് അറ്റോർണി, ലീൻ, പ്ലഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ, മോർഗേജ്. പിന്നെ വരുന്നത് പ്രയോറിറ്റി സെക്ടർ ഗൈഡ് ലൈൻസ്, അഗ്രികൾച്ചറൽ ലോൺസ്, കിസാൻ ക്രെഡിറ്റ് കാർഡ്, MSME, അതർ ലോൺസ്, ജനറൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺസ് ഇൻ ബാങ്ക്സ്, റിക്കവറി, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ് അഥവാ SMA, പിന്നെ NBA നോംസ്. ഇത്രയും ടോപ്പിക്കുകൾ ബാങ്കിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ബാങ്കിങ്ങിൽ നിന്ന് ഉണ്ടാവുക. അവസാനത്തേത് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിങ്ങും 20 ചോദ്യങ്ങളാണുള്ളത്. ഡെഫിനിഷൻ ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിംഗ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്സ്, കൺവെൻഷൻസ്, ജേണൽ, ലെഡ്ജർ, സബ്സിഡറി ബുക്സ്, ട്രയൽ ബാലൻസ്, എറേഴ്സ്, ഇറ്റ്സ് റെക്ടിഫിക്കേഷൻ, ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഡിപ്രീസിയേഷൻ മെത്തേഡ്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെൻറ്റ്, അക്കൗണ്ട്സ് ഓഫ് നോൺ ട്രേഡിംഗ് കൺസേൺ, കോപ്പറേറ്റീവ് അക്കൗണ്ടിംഗ്, ഡേ ബുക്ക്, ജനറൽ ലെഡ്ജർ, R&D, ഫൈനൽ അക്കൗണ്ട്സ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിംഗ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഓവർഹെഡ്സ്, നോൺ കോസ്റ്റ് എക്സ്പെൻസസ്, മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, മെറ്റീരിയൽ കൺട്രോൾ, ബിൻ കാർഡ്, സ്റ്റോഴ്സ് ലെഡ്ജർ, EOQ, മെത്തേഡ്സ് ഓഫ് വാല്യൂയിങ് മെറ്റീരിയൽ ഇഷ്യൂസ്, ലേബർ കോസ്റ്റ്, ടൈപ്സ് ഓഫ് ലേബർ സിസ്റ്റംസ് ഓഫ് വേജ് പേയ്മെൻറ്റ്. അപ്പോൾ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടൻസി വരുന്നുണ്ട്, കോസ്റ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഫോർകാസ്റ്റിംഗ്, SWOT അനാലിസിസ് ആൻഡ് പ്രോഫിറ്റ് പ്ലാനിംഗ്, ബഡ്ജറ്റിംഗ്, ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിട്ടേൺസ് ടു ബി ഫർണിഷ്ഡ് ടു ദ രജിസ്ട്രാർ. അവസാനത്തെ ടോപ്പിക്ക് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. റീഡിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ട്രയൽ ബാലൻസ്, R&D സ്റ്റേറ്റ്മെൻറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, റേഷ്യോ അനാലിസിസ്, വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ഫണ്ട് എലമെൻറ്റ്സ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്, ബ്രേക്ക് ഈവൻ പോയിൻറ്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ട്രെൻഡ് അനാലിസിസ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ക്യാഷ് ആൻഡ് ഫണ്ട് ഫ്ലോ അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ഫ്രോഡ് കോസ്, ഫ്രോഡ് ട്രയാങ്കിൾ, പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, സബ്മിഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ടു ദി ഓഡിറ്റേഴ്സ്. ഇത്രയും ടോപ്പിക്കുകളാണ് അക്കൗണ്ടൻസിയിൽ നിന്ന് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ട് സിലബസ് തന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും CSEB ജൂനിയർ ക്ലർക്ക് എന്ന പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.